ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ആയിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പാല് മേടിക്കാനെന്ന വ്യാജേന നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് പാടവരമ്പത്തിലൂടെ ഓലക്കുട ഇല്ലാത്തത് കൊണ്ട് ഓലക്കുട ഇല്ലാതെ തനിയെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകളായിട്ട് ചേച്ചിയുടെ വീടിന് തൊട്ടടുത്തുള്ള ഈ പാടവരമ്പത്ത് പോകണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ നമ്മൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുകയായിരുന്നു. സത്യത്തിൽ അതിന്റെ നിലത്തെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഇതിപ്പോൾ ഏത് സ്റ്റേജിലാണോ എന്തോ അറിയില്ല, ഇങ്ങനെ മെഴുകി കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ക്യാമറാമാൻ ആരൂട്ടി പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് എന്തോ വലിയൊരു അത്ഭുതം കാണിച്ചു തരാനുള്ളത്. ചെന്ന് നോക്കുമ്പോൾ വലിയ വിസ്താരമുള്ള വലിയ കുളം പോലത്തെ വലിയ കിണറായിരുന്നു. ഇതിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു കിണർ കൂടി ഉണ്ടത്രേ. ആരൊക്കെയോ അവിടെ വീണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഉള്ളിൽ വലിയ വലിയ മുതലകൾ പോലത്തെ ജീവികൾ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് ബെഡായി കേട്ടിട്ട് ഞാൻ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. എന്റെ കയ്യിലുള്ള കുറച്ച് ബെഡായി കഥകൾ ഞാൻ അവക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നടന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ നിറച്ചും മാങ്ങയുള്ള ഒരു മാവ് കണ്ടു. പക്ഷെ അതിനോട് അടുക്കാൻ പറ്റിയില്ല, നിറയെ നീറായിരുന്നു. പിന്നെ ഒരു പ്രേതാലയ വീടിന്റെ മുന്നിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും പൂമുഖവാദികൾ അമ്മ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അമ്മ ചോദിച്ചു പാൽ എവിടെയെന്ന്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ തിരക്കിനിടയിൽ പാല് മേടിക്കാൻ വിട്ടുപോയി എന്ന്.